പട്ടിണി കിടന്ന് വലഞ്ഞു ജീവിക്കുന്ന ഒരു മനുഷ്യൻ മുന്നിലൊന്നും തിന്നാൻ കിട്ടാതിരിക്കുമ്പോ ഒരു നായയോ അല്ലെങ്കിൽ തിന്നാൻ പറ്റാത്തൊരു ജീവിയോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഓടി അതിനെ പിടിച്ച് അറുത്ത് തിന്നൽ അയാൾക്ക് ഹലാലാണ്. കാരണം അയാൾ പെട്ടെന്ന് മരിച്ചു പോകുന്നു കരുതിയിട്ട് അങ്ങനെ ഒരു നായനെ പിടിച്ചിട്ട് അറുക്കാൻ വേണ്ടി ഇയാൾ ഇങ്ങനെ ഒരുങ്ങുമ്പോ ഒരു നിസ്കരിക്കാത്തോ വരുന്നുണ്ടെങ്കിൽ നായനെ വിട്ടിട്ട് നിസ്കരിക്കാത്തോന്റെ കാലിന്റെ തൊടയിൽ നിന്ന് ഇറച്ചങ്ങ് മുറിക്കണം. എന്നിട്ടത് തിന്നലാ വേണ്ടത്. ഈ നായന്റെ പവർ പോലും താരിഖു സ്വലാത്തിനില്ല. നിസ്കരിക്കാത്തവൻ എവിടെ സ്ഥാനം? അപ്പൊ റമളാൻ ഷരീഫിലെ ഏറ്റവും ആത്മീയമായ ആരാധനയാണ്. ഇപ്പൊ നിങ്ങൾ ഉസ്താദുമാര് ദ്വാർക്കും ആമീൻ പറയല്ലേ? വഫിഖ്നാ ലിസ്സിയാമി വൽ ഖിയാമി. ദാ ഖിയാമു നിസ്കാരാണത്, തറാവി നിസ്കാരാണത്. തറാവി നിസ്കാരത്തിന് തൗഫീഖ് ദ്വാർക്കാറില്ലേ? പെരടിയിൽ ഫർളുണ്ടോ? മുക്കല്ലഫായതിനു ശേഷം ഫർളുകൾ പെരടിയിൽ കെട്ടിക്കിടക്കുന്നുണ്ടോ? വീട്ടിൽ തുടങ്ങിക്കോളൂ, ഇന്ന് മുതൽ അങ്ങ് വീട്ടിൽ തുടങ്ങിക്കോളൂ. എന്നിട്ട് കണക്ക് കൂട്ടിയിട്ട് മുഴുവനും വീട്ടിക്കോളൂ. നിസ്കാരത്തിന് വിട്ടുവീഴ്ചയില്ലാത്ത മതമാണ് വിശുദ്ധ ഇസ്ലാം. വേറെ എന്തിനും വിട്ടുവീഴ്ച നൽകിയിട്ടുണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരത്തിന് വിട്ടുവീഴ്ച കൊടുത്തിട്ടില്ല.